പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 3 മൂശാകാലം 4-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 24 വരെയും, വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെയും. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. പ്രത്യാശയുടെ ഓരോ പ്രഭാതത്തിനു മുൻപും കനത്ത അന്ധകാരത്തിന്റെ മണിക്കൂറുകളുണ്ട്. അതുപോലെ വലിയ സന്തോഷത്തിന്റെ ഓരോ പിറവിക്ക് മുൻപും വേദനകളും ഉത്കണ്ഠകളുമുണ്ട്. സ്വാഭാവികതയുടെ ആ ചേരുവകകൾക്ക് ഇന്ന് എന്തുകൊണ്ടോ ശോഭയും വേണ്ടത്ര സ്വീകാര്യതയും ഇല്ലാത്തതുപോലെ തോന്നുന്നു. ക്ഷമയോടെയുള്ള കാത്തിരിപ്പും അധ്വാനവും ആകുലതകളും ഞെരുക്കങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കിയുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്നവരാണ് ഇന്ന് അധികവും. ഏത് ജീവിത അന്തസ്സിലേക്ക് തിരിഞ്ഞാലും ഇക്കാര്യത്തിൽ കാഴ്ചപ്പാടുകൾ ഒന്നായിത്തീരുന്ന അവസ്ഥ. സമൂഹത്തെ രൂപപ്പെടുത്തേണ്ട കുടുംബങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്ന ഈ ചിന്താഗതി സമൂഹത്തിലേക്കും അതുവഴി മത, രാഷ്ട്രീയ, സാമൂഹിക ചട്ടക്കൂടുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേറിട്ടൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ 2 വായനകളും. ഇന്നത്തെ ലേഖന ഭാഗമായ വെളിപാട് പുസ്തകത്തിലെ തമ്പുരാൻ ജനത്തോടുകൂടെ ആയിരിക്കുന്ന, അവിടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന, ദുഃഖമോ മുറിവിളിയോ വേദനയോ ഇല്ലാത്ത ഒരു ലോകം തീർച്ചയായും ഈ കാലഘട്ടത്തിന്റെ, ഈ തലമുറയുടെ സ്വപ്നമാണ്. അവരത് തീർച്ചയായും നെഞ്ചിലേറ്റു. എന്നാൽ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുവാൻ വേണ്ട ഒരുക്കപ്പാടുകൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വിവരിക്കുന്നുണ്ട്. അതിലൂടെ കടന്നു പോവുക എന്നതാണ് ആധുനിക തലമുറയുടെ ഏറ്റവും വലിയ പരീക്ഷണവും വെല്ലുവിളിയും. അവിടുന്ന് പറയുകയാണ്, ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകുമെന്ന്. ഒരു പുതിയ ആകാശത്തിന്റെയും ഒരു പുതിയ ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തിന്റെ പശ്ചാത്തലമാണ്. വിശുദ്ധ പൗലോസ് തന്റെ മിഷൻ ശുശ്രൂഷകളെയും യാത്രകളെയും അതിലെ പീഡകളെയും ഞെരുക്കങ്ങളെയും കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുവാൻ ഞാൻ ഈറ്റുന്നോവ് അനുഭവിക്കുന്നുവെന്ന്. ഈ മനോഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ? ഉത്ഥാനത്തിന്റെ പ്രത്യാശ തിരുനാളിന് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന പീഡകളെ കുറിച്ച് 3 തവണ പ്രവചനം നടത്തി ത്രിത്വം ചൊല്ലിയാണല്ലോ യേശു മിശിഹ കൊടിയേറ്റ് നടത്തിയത്. നീതിയുടെ കിരീടം അണിയുന്നതിന് മുൻപേ പോരാടേണ്ട പോരാട്ടത്തെക്കുറിച്ചും പൂർത്തിയാക്കേണ്ട ഓട്ടത്തെക്കുറിച്ചും ശരിയായ ബോധ്യം ഉൾക്കൊള്ളുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. പീഡകൾക്കും ദുരിതങ്ങൾക്കും അപ്പുറത്തുള്ള പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരുക്കം പൂർത്തിയാക്കാൻ അവിടെ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.